കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് 25% കാർഷിക മേഖലയിലെ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്ത് പ്രഖ്യാപിച്ചു. 25%. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കാർഷിക മേഖലയിലെ പ്രളയ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നത്? മുംബൈയുടെ പേരിലുള്ള അക്കാദമിയും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ ആരംഭിക്കും. ഈ 2 കാര്യങ്ങൾക്കും വേണ്ടി സ്ഥലം കണ്ടെത്താൻ കോഴിക്കോട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ സ്ഥല പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം ലഭ്യമായ മുറയ്ക്ക് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനു മുമ്പ് തന്നെ അതിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സമാന്തരമായി തന്നെ സ്ഥല പരിശോധനയും നടക്കുകയാണ്. പ്രളയം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സർക്കാരിൽ വന്നുവെന്ന ആക്ഷേപം വിമർശനമാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് മറുപടി? ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു പുതിയ പ്രവണതയാണിത്. 2018 മഹാപ്രളയത്തിൻ്റെ അതിൻ്റെ എൻ്റെ വീട്ടിലും ഏതാണ്ട് ഞാൻ താമസിച്ച വീടിൻ്റെ 1ാമത്തെ നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെട്ട് മാസങ്ങൾ അവിടെ നിന്ന് എൻ്റെ വീട് എനിക്ക് തുറക്കാൻ പറ്റിയത്, എൻ്റെ വീടെന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ ആ ഭാഗത്തുള്ള എല്ലാവർക്കും, ചെങ്ങന്നൂർ, ആറന്മുള, റാന്നി, ഇങ്ങോട്ട് താഴോട്ട് തിരുവല്ല, 1 മാസം കഴിഞ്ഞിട്ടാണ് വീടൊന്ന് തുറക്കാൻ പറ്റിയത്. വീട് തുറന്നു കയറുന്ന ഇപ്പോഴും അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. കതക് വളരെ പ്രയാസപ്പെട്ട് തുറക്കുമായിരുന്നു. കാരണം ചെളി വന്ന് അടിഞ്ഞത് കാരണം കതക് തുറന്നകത്ത് കയറുമ്പോൾ ചത്ത പാമ്പുകളെ അടക്കം വീടിനകത്ത് കണ്ടതാണ്. അപ്പോൾ ആ സന്ദർഭത്തിലൊന്നും അത്രയധികം ആളുകൾ മരണപ്പെട്ട് അത്രയധികം നാശനഷ്ടങ്ങളുണ്ടായ ഒരു മഹാപ്രളയം ഉണ്ടായിട്ട് പോലും അന്നൊന്നും അതിൻ്റെ ഒരു ഘട്ടത്തിലും ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഗവൺമെൻറ്റിനൊപ്പം നിന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് സ്വാഭാവികമായും പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രളയത്തെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടാനാണ് അന്നത്തെ പ്രതിപക്ഷം പരിശ്രമിച്ചത്. പക്ഷേ ഇന്ന് 2ാമത്തെ ദിവസം മുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ, അധിക്ഷേപങ്ങൾ ഒക്കെ ആയിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 2-2.5 മാസമേ ആയിട്ടുള്ളൂ. മുന്നൊരുക്കങ്ങൾ പാളിയെന്ന് പറയുമ്പോൾ 2018 ഒരു മഹാപ്രളയം ഉണ്ടായിട്ട് ഇവിടെ റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടാക്കി. എന്തായി 7 വർഷം കൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്? റൂം ഫോർ റിവർ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഖജനാവിലെ പണം ചെലവഴിക്ക് നെതർലൻഡ്സിൽ പോയി റൂം ഫോർ റിവർ പഠിച്ചു വന്നു, കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എന്തായി റൂം ഫോർ റിവറിൻ്റെ അവസ്ഥ? അതിനുശേഷം എന്താണ് ഈ മുന്നൊരുക്ക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആധുനികമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. 7 വർഷം ലഭിച്ചിട്ട് അവരൊന്നും ചെയ്യാത്തതിൻ്റെയാണ് വീണ്ടും ജനങ്ങൾ അനുഭവിക്കുന്നത്. എന്തിന്? വന്നടഞ്ഞ ചെളിയും മണലും വാരാൻ ഒരു തീരുമാനം എടുത്തെങ്കിൽ ഇപ്പോൾ എന്താ പമ്പാ നദിയിൽ പ്രശ്നം? മുമ്പ് പെയ്യുന്ന അത്രയും മഴ പെയ്യണ്ട ഇപ്പോൾ നദി കരകവിഞ്ഞൊഴുകാൻ. കാരണം അതിനകത്ത് ചെളിയും മണലും ചെളിയിൽ അകത്ത് പൂണ്ട് കിടക്കുന്ന തടിയും എല്ലാം കാരണം സ്റ്റോറേജ് കപ്പാസിറ്റി പകുതി ആയിരിക്കുകയാണ്. ഡാമിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പോൾ 2 പ്രധാന ഡാമിലും 50% താഴെയായിരുന്നു, പമ്പയിലും കക്കയിലും. അത് കാരണം നമുക്ക് ഈ വലിയ മഴ വന്നിട്ടും ഡാമിനെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ആ ഡാമുകളിലടക്കം ഈ പറഞ്ഞ ചെളിയും മണലും വാരി സ്റ്റോറേജ് പഴയതാക്കി നിലനിർത്താനുള്ള നടപടി പോലും 7 വർഷം ഒരു പ്രളയത്തിന് ശേഷം ലഭിച്ചിട്ടും ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് 2-2.5 മാസമായ ഒരു ഗവൺമെൻറ്റിനെ ഒരു പ്രളയമുണ്ടായ 2ാമത്തെ ദിവസം വിമർശിക്കുന്നതിൻ്റെ ഔചിത്യം അവർ പരിശോധിക്കേണ്ടതാണ്. ഈ ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇപ്പം ക്യാമ്പിലെ പ്രശ്നം പരിശോധിച്ചാൽ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താനുള്ള തുക അഡ്വാൻസായി അനുവദിച്ചു. അത് തഹസിൽദാർമാർക്ക് കൊടുത്തു. പഞ്ചായത്തുകൾക്ക് അതിനുള്ള അവകാശങ്ങൾ കൊടുത്തു. വില്ലേജ് ഓഫീസർമാരോട് ആദ്യം സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങണമെന്നായിരുന്നു പഴയ ഒരു ഉത്തരവ്. ചിലപ്പോൾ രാത്രിയിൽ തുടങ്ങുന്ന ക്യാമ്പിൽ സപ്ലൈകോ രാത്രിയിൽ ഉണ്ടാകണമെന്നില്ല. ലോക്കൽ പർച്ചേസ് നടത്തിക്കോ, പണം ഗവൺമെൻറ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്പത്ത് ഒരു പ്രശ്നമല്ല. അപ്പം എല്ലാ കാര്യങ്ങളും പിന്നെ
അസാധാരണമായ സാഹചര്യം, അസാധാരണമായ മഴ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട പോരായ്മകളുണ്ടാകും. അതെല്ലാ കാലത്തും മലയാളി ഒരുമിച്ച് നിന്നാണ്, രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിന്നാണ് അത് പരിഹരിച്ചിട്ടുള്ളത്. നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ? രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ നാലാമത്തെ ദിവസമോ 2018 അന്നത്തെ പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ വിമർശനമായി വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇതിനേക്കാൾ കൂടുതൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടില്ലേ? ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ പറഞ്ഞു, ഇവർക്കും ഞങ്ങൾ ഈ ഗവൺമെന്റ് വിമർശനാതീതരൊന്നുമല്ല. പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളായിട്ട് ഞങ്ങളതിനെ പരിശോധിക്കത്തുള്ളൂ, പരിഗണിക്കത്തുള്ളൂ. പക്ഷേ ഈ നിമിഷം, ഈ ദിവസം, രണ്ടാം ദിവസം തന്നെ ഇത് വേണ്ടിയിരുന്നോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട ഔചിത്യത്തിൻ്റെ ഒരു കാര്യമാണ്. ഈ ജനീഷ് കുമാർ വിമർശനം വീണ്ടും തുടരുകയാണ്. ഈ കേവലം താലൂക്ക് ഓഫീസിൽ യോഗം ചേർന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ദുരന്ത സ്ഥലത്ത് എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല വി ഡി സതീശനെ പോലെ വാതുറന്നാൽ നുണ പറയുകയാണോ മന്ത്രി, താങ്കളൊരു യുവമന്ത്രിയാണ് എന്നൊക്കെയാണ് ഞാൻ നിനക്ക് എന്താ പറയേണ്ടത്? ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ കിടന്ന് ഉറങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അവിടെ 1-ാം തീയതി ചെന്നതാണ്. ഞാൻ അവിടെ 1-ാം തീയതി ചെന്നു. ഞാനും അദ്ദേഹവും കൂടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിൻ്റെ ചിത്രമാണിത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്, ഉറങ്ങിയാൽ കാര്യം മനസ്സിലാകുമോ എന്നാണ് ചോദിച്ചത്. ഞാനും അദ്ദേഹവും കൂടെ കോന്നി അസംബ്ലി മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചതല്ല. ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ച് നമുക്ക് കോന്നി താലൂക്കിൽ ഒരു മീറ്റിംഗ് എടുക്കണം, അപ്പോൾ അതിൻ്റെ സമയം പറഞ്ഞു. ഈ സമയം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ തിരുവല്ലയിലേക്ക് പോവുകയാണ്, തിരുവല്ലയിൽ എനിക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കണം, വെള്ളം കയറിയ സ്ഥലങ്ങൾ കാണണം, തിരുവല്ല താലൂക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് എടുക്കണം. അതിനുശേഷമുള്ള ഒരു സമയം 3 മണി സമയം താങ്കൾക്ക് സൗകര്യമായിരിക്കുമോ? ഇല്ലെങ്കിൽ താങ്കൾ പറയുന്ന സമയത്ത് വരാം, ആ സമയത്ത് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. 3 മണിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ താലൂക്ക് ഓഫീസിലെത്തി. ഞാനും അദ്ദേഹവും തമ്മിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം നടത്തി. അവിടെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു പ്രശ്നം, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പത്തനംതിട്ടയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞൊരു പ്രധാന പ്രശ്നം, കാർഷിക മേഖലയിൽ വലിയ നഷ്ടമുണ്ടായി. ഇപ്പോഴുണ്ടാകുന്ന നഷ്ടപരിഹാരം അത് മതിയാവില്ല. അത് പഴകുളം മധു പറഞ്ഞു, അത് അബിൻ വർക്കി പറഞ്ഞു, അത് ജനീഷ് കുമാർ പറഞ്ഞു, ശാന്തകുമാർ പറഞ്ഞു, വർഗീസ് മാമൻ പറഞ്ഞു. അത് ഞങ്ങൾ ക്യാബിനറ്റിൽ ഈ പ്രദേശങ്ങളിൽ പോയി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, മുഖ്യമന്ത്രിയുടെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് 25% കാർഷിക മേഖലയിലെ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്തു പ്രഖ്യാപിച്ചു. 25%. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കാർഷിക മേഖലയിലെ പ്രളയ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നത്? അപ്പം ഇത് ഞാൻ ചെയ്തു. അതിനുശേഷം ക്യാമ്പുകൾ സന്ദർശിച്ചു.